14 വർഷം നീണ്ട ടെസ്റ്റ് കരിയറിനോടാണ് വിരാട് കോഹ്ലി ബൈ പറയുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഇതിഹാസ താരം വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് എക്കാലത്തെയും മികച്ച നായകനെ കൂടിയാണ്. വെള്ളക്കുപ്പായ ക്രിക്കറ്റിൽ നിന്ന് തന്റെ പ്രിയ കൂട്ടുകാരൻ രോഹിത് ശർമ്മ പടിയിറങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ വേദന ആരാധകരുടെ നെഞ്ചിൽ കുത്തിയിറങ്ങുമ്പോഴാണ് വിരാട് കോഹ്ലിയുടെ പ്രഖ്യാപനം. ഒരുപക്ഷെ കോഹ്ലിക്കും തോന്നിയിട്ടുണ്ടാകാം ഇതുതന്നെയാണ് ഉചിത സമയമെന്ന്. പടിയിറക്കത്തിലും തോളോട് തോൾ ചേർന്ന് രോഹിത്തിനെ ഒപ്പം നിർത്തിയവൻ. കളത്തിൽ രോഷാകുലനാകുമ്പോഴും രോഹിത്തിന് മുന്നിൽ ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു അയാൾക്ക്. എന്നും ചേർത്തു നിർത്തിയവനോടുള്ള സ്നേഹവും കരുതലും. കളിക്കളത്തിലെ അരിശം ഉള്ളിൽ മൂടിക്കെട്ടാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതിന്റെ പേരിൽ കേട്ട പഴികൾക്കും വിമർശനങ്ങൾക്കും ബാറ്റുകൊണ്ടായിരുന്നു മറുപടി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 14 വർഷം നീണ്ട കരിയറിനാണ് വിരാമമാകുന്നത്. 123 ടെസ്റ്റ് മത്സരങ്ങൾ, 9230 റൺസ്, 7 ഡബിൾ സെഞ്ചുറികൾ. ടെസ്റ്റിലെ 30 സെഞ്ചുറികളെന്ന അവിസ്മരണീയ നേട്ടം സ്വന്തമാക്കിയാണ് പടിയിറക്കം. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയം ഇന്ത്യക്ക് സമ്മാനിച്ച വീരനായക പരിവേഷം. 68 മത്സരങ്ങളിൽ 40ലും ജയം. 2011-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗാവസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത്. 68 ടെസ്റ്റ് മത്സരങ്ങളിലാണ് കോഹ്ലി ഇന്ത്യയെ നയിച്ചത്. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിന് നൽകി. പ്രതീക്ഷിച്ചതിലുമേറെ ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് തിരികെ നൽകി. ക്രിക്കറ്റിനോടും എന്റെ സഹതാരങ്ങളോടും ഈ യാത്രയിൽ ഞാൻ കണ്ട ഓരോ വ്യക്തിയോടും നന്ദി പറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടെയാണ് മടങ്ങുന്നതെന്ന് പറഞ്ഞ് ഇതിഹാസം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒരു തലമുറയുടെ ക്രിക്കറ്റ് പാഠപുസ്തകമാണ് പാഡഴിക്കുന്നത്. ഗീസ് പീറ്റർ, സ്പോർട്സ് ഡെസ്ക്, 24.